DCB മീഡിയയുടെ ബാങ്ക് അക്കൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റുമൊക്കെ ഉള്ളവർ, അതുപോലെ ഗൂഗിൾ പേ പോലുള്ള UPI ആപ്പുകൾ ഉപയോഗിക്കുന്നവർ, ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവർ ഒക്കെ അറിയേണ്ട റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ ഏജൻസികളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിലെ പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, മുഖ്യ പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്കിന്റെ പണവായ്പാ നയപ്രഖ്യാപനം ഓഗസ്റ്റ് മാസത്തിൽ വന്നിരിക്കുകയാണ്. ഇതോടെ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയ്ക്ക് ഈടാക്കുന്ന പലിശ നിരക്കായ റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന വിലക്കയറ്റവും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എണ്ണവിലയിലുണ്ടായ വർധനയും അടക്കമുള്ള വിഷയങ്ങളാണ് റിസർവ് ബാങ്ക് മുഖ്യമായി പരിഗണിച്ചത്. പലിശ നിരക്കിൽ മാറ്റം വരുത്തേണ്ട എന്ന തീരുമാനം റിസർവ് ബാങ്ക് സ്വീകരിച്ചതോടെ ഭവന വായ്പ ഉൾപ്പെടെയുള്ള വായ്പകൾ പലിശ നിരക്കിൽ മാറ്റം ഉണ്ടാവില്ല എന്നത് ലോൺ എടുത്തവർക്കും എടുക്കുവാൻ പോകുന്നവർക്കും ആശ്വാസകരമാണ്. അടുത്ത അറിയിപ്പ്, വായ്പാ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ ശല്യം ചെയ്യുന്ന തരത്തിലുള്ള റിക്കവറി നടപടികൾക്ക് റിസർവ് ബാങ്ക് കർശന നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. പുതിയ ചട്ടങ്ങൾ പ്രകാരം റിക്കവറി ഏജന്റുമാർക്ക് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമേ ഇടപാടുകാരെ ഫോണിൽ വിളിക്കാനോ വീടുകളിൽ നേരിട്ട് സന്ദർശിക്കാനോ അനുവാദമുള്ളൂ. കൂടാതെ അനാവശ്യ സമയങ്ങളിലോ രാത്രിയിലോ വിളിച്ചുള്ള ഭീഷണികൾ, മോശം ഭാഷാപ്രയോഗം, മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. റിക്കവറി ഏജന്റുമാർ വീടുകൾ സന്ദർശിക്കുന്നതിന് മുൻപായി ഉപഭോക്താക്കൾക്ക് ഒരു ദിവസമെങ്കിലും മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരിക്കണം. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തങ്ങളുടെ റിക്കവറി ഏജന്റുമാരുടെ പൂർണ്ണ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതോടൊപ്പം റിക്കവറി ആവശ്യങ്ങൾക്കായി ഉപഭോക്താക്കളെ വിളിക്കുന്ന ഫോൺ കോൾ റെക്കോർഡുകൾ കുറഞ്ഞത് 6 മാസത്തേക്കെങ്കിലും സ്ഥാപനങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. റിക്കവറി നടപടികളിൽ പാലിക്കേണ്ട ഈ ചട്ടങ്ങൾ ലംഘിക്കുന്ന ബാങ്കുകൾക്കും NBFC-കൾക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ഒക്ടോബർ 1 മുതൽ നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് നിയമങ്ങളിൽ മാറ്റം വരുത്തുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. ഒക്ടോബർ 1 മുതൽ ഒരു ബാങ്കിന്റെ ഏത് ശാഖയിൽ സ്ഥിര നിക്ഷേപം ആരംഭിച്ചാലും ഒരേ ദിവസം ഒരേ തുകയ്ക്ക് നൽകുന്ന പലിശ നിരക്ക് തുല്യമായിരിക്കണം. ശാഖകൾ മാറുന്നതനുസരിച്ച് പലിശയിൽ വ്യത്യാസം പാടില്ല. ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ അറിയാൻ സാധിക്കുന്ന രീതിയിൽ ബാങ്കുകൾ തങ്ങളുടെ എല്ലാ ഡെപ്പോസിറ്റ് പലിശ നിരക്കുകളും വെബ്സൈറ്റിൽ കൃത്യമായി പ്രസിദ്ധീകരിക്കണം. ബൾക്ക് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകൾ എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 10 മണിക്ക് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. പരമാവധി 10:10 ഈ നടപടി പൂർത്തീകരിച്ചിരിക്കണം. ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ അടിസ്ഥാനമാക്കി ബൾക്ക് ഡെപ്പോസിറ്റുകൾക്കും NRI നിക്ഷേപങ്ങൾക്കും പലിശ നിരക്ക് നിശ്ചയിക്കുന്നതിൽ ബാങ്കുകൾക്ക് കൂടുതൽ ഇളവുകളും സ്വാതന്ത്ര്യവും ലഭിക്കും. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിലൂടെ നിലവിലെ FD പലിശ നിരക്കുകളിൽ നേരിട്ട് മാറ്റം വരുന്നില്ല. നിയമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുകയാണ് RBIയുടെ ലക്ഷ്യം. ബാങ്കുകളുടെ വിവിധ ശാഖകളിൽ നിന്ന് മുൻപ് താൽപ്പര്യക്കാർക്കും വൻകിടക്കാർക്കും ഉയർന്ന പലിശ ലഭിച്ചിരുന്ന വിവേചനം ഇതോടെ ഇല്ലാതാകും. എല്ലാ ഉപഭോക്താക്കൾക്കും തുല്യ പരിഗണന ലഭിക്കും. നിയമം ബാധകമാകുന്നതോടെ ഏത് ബാങ്കിലാണ് ഏറ്റവും മികച്ച പലിശ ലഭിക്കുന്നതെന്ന് വെബ്സൈറ്റുകൾ വഴി ഉപയോക്താക്കൾക്ക് വളരെ എളുപ്പത്തിൽ താരതമ്യം ചെയ്ത് തീരുമാനമെടുക്കാൻ സാധിക്കും. ഒക്ടോബർ 1 ശേഷം പുതിയ FD എടുക്കുമ്പോഴോ നിലവിലുള്ളവ പുതുക്കുമ്പോഴോ ബാങ്കിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് അന്നന്നത്തെ പുതിയ നിരക്കുകൾ ഉറപ്പുവരുത്തുക. RBI പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിലും പലിശ നിരക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ബാങ്കുകളോട് നേരിട്ട് നിർദ്ദേശിച്ചിട്ടില്ല. ബാങ്കുകളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ചാകും അവർ പലിശ തീരുമാനിക്കുക. ഒരേ ദിവസം നിക്ഷേപിച്ച ഒരേ തുകയ്ക്ക് മറ്റൊരാൾക്ക് നിങ്ങളെക്കാൾ ഉയർന്ന പലിശ ലഭിക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനും RBI ഓൺലൈൻ പോർട്ടൽ വഴി പരാതി നൽകാനും നിയമം ഉപഭോക്താക്കളെ സഹായിക്കും. കേരളത്തിലുള്ള വാണിജ്യ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, ലോക്കൽ ഏരിയ ബാങ്കുകൾ, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്നിവയ്ക്കെല്ലാം ഒക്ടോബർ 1 മുതൽ ഈ നിയമങ്ങൾ ബാധകമാണ്. അടുത്ത അറിയിപ്പ്, 2000 രൂപയിലധികം വരുന്ന UPI പേയ്മെന്റുകൾക്ക് ഫീസ് ചുമത്തുമെന്നുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. രാജ്യത്ത് UPI വഴിയുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരുമെന്ന് പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉപഭോക്താക്കളിൽ നിന്നോ ചെറുകിട വ്യാപാരികളിൽ നിന്നോ UPI സേവനങ്ങൾക്ക് യാതൊരുവിധ ഫീസും ഈടാക്കില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കൗൺസിൽ അറിയിച്ചു. 2016 ആരംഭിച്ചത് മുതൽ UPI സേവനങ്ങൾ സൗജന്യമാണെന്നും ഈ രീതി തന്നെ മുന്നോട്ടു പോകുമെന്നും സംഘടന കൂട്ടിച്ചേർത്തു. വ്യാപാരികളും പേയ്മെന്റ് സേവന ദാതാക്കളും തമ്മിലുള്ള ബാധ്യതയായ മർച്ചന്റ് സർവീസ് ചാർജ് വൻകിട വ്യാപാരികളിൽ നിന്ന് മാത്രമായിരിക്കും ഈടാക്കുകയെന്നും ഇതിന്റെ സാമ്പത്തിക ബാധ്യത ഒരിക്കലും ഉപഭോക്താക്കളുടെ മേൽ ചുമത്തില്ലെന്നും PCI അറിയിച്ചു.
ബാങ്ക് അക്കൗണ്ട് ഉടമകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു മാറ്റമാണ് അടുത്തത്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ ഇനി കോടതിയുടെ അനുമതി ആവശ്യമില്ല. പോലീസിന് പരിശോധിക്കാൻ അനുമതി നൽകുന്ന ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ശബ്ദ വോട്ടോടെ ലോക്സഭ പാസാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് നേരിട്ട് ബാങ്കിൽ നിന്ന് രേഖകൾ പരിശോധിക്കാം. സർക്കാർ ചുമതലപ്പെടുത്തുന്ന മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അതിന് കഴിയും. നിലവിലെ നിയമപ്രകാരം കോടതി ഉത്തരവിലൂടെ മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബാങ്ക് രേഖകൾ ലഭിക്കൂ. നീണ്ട കോടതി നടപടികൾക്കായി കാത്തിരിക്കേണ്ടതില്ല എന്നതാണ് നേട്ടം. ബാങ്ക് രേഖകൾ പരിശോധിക്കാനോ അവയുടെ പകർപ്പുകൾ ആവശ്യപ്പെടാനോ പോലീസിന് കഴിയും. ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് ബില്ലിനെതിരെ വിമർശനമുയർന്നത്. ബാങ്ക് രേഖകൾ കോടതിയുടെ അനുമതിയില്ലാതെ പരിശോധിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വഴി വ്യക്തിയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എളുപ്പത്തിൽ അറിയാം. പ്രധാനമായും അക്കൗണ്ട് ഉടമയുടെ ചികിത്സാ രേഖകൾ, ആശുപത്രി ചെലവുകളിലൂടെ രോഗവിവരങ്ങൾ അറിയാം. അതുപോലെ രാഷ്ട്രീയവും സംഘടനാപരവുമായ ബന്ധങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കോ യൂണിയനുകൾക്കോ നൽകുന്ന വിഹിതത്തിലൂടെ അറിയാം. കൂടാതെ അക്കൗണ്ട് ഉടമയുടെ മതപരമായ താൽപ്പര്യങ്ങൾ, ആരാധനാലയങ്ങളിലേക്കുള്ള സംഭാവനകളിലൂടെ അറിയാം. ജീവിതശൈലിയും ബന്ധങ്ങളും യാത്രകളിലൂടെയും സബ്സ്ക്രിപ്ഷനുകളിലൂടെയും മറ്റ് സാമ്പത്തിക ചിലവുകളിലൂടെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയുവാൻ കഴിയും. ഡിജിറ്റൽ രേഖകൾ കോടതിയിൽ തെളിവായി സ്വീകരിക്കണമെങ്കിൽ ആധികാരികതയും സുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനായി കർശന നിബന്ധനകളും ബിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ പരിമിതികൾ നീക്കം ചെയ്ത് ഡിജിറ്റൽ കാലഘട്ടത്തിന് അനുയോജ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം കോടതിക്ക് തുല്യമായ പരിശോധനാധികാരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാനുള്ള വ്യവസ്ഥയാണ് പ്രതിഷേധത്തിന് കാരണമായത്. മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.